ഇന്ന് നമുക്കൊരു ക്ലീനിങ്ങിലൂടെ അങ്ങോട്ട് തുടങ്ങാം. വേറൊന്നുമല്ല, നമുക്ക് ഈ അലമാര ഒന്ന് വൃത്തിയാക്കി ഇടുക. ഇതിൽ അമ്മയുടെ സാധനങ്ങളാണ്. പണ്ടത്തെ അലമാരയായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണത് കേട്ടോ. പണ്ടത്തെ അലമാര എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ, ഒരു പഴയ അലമാര. അതേപോലത്തെ അലമാരയാണ്. ഇതിലാണ് അമ്മയുടെ സാരി, അമ്മയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കണത്. അപ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും അതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കണമെന്ന്. എപ്പോൾ വെച്ചിട്ടും കാര്യമില്ല, കാരണം ഒരു സാരി ഇങ്ങനെ എടുക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങ് വരുത്തിയിടും. അങ്ങനെയാണ് ഇവിടുത്തെ പോക്ക്. സാരി ഞാൻ ചുരുട്ടി മടക്കി വെക്കില്ല കേട്ടോ. സാരി ഇങ്ങനെ ഹാങ്ങറിൽ ഇടാനുള്ള സെറ്റപ്പ് അതിൻ്റെ ഉള്ളിലില്ല. പണ്ടത്തെ ആയതുകൊണ്ട് തന്നെ ആ കമ്പിയൊക്കെ തുരുമ്പ് പിടിച്ചു പോയി. അപ്പം ഇങ്ങനെ മടക്കി മടക്കി വെക്കുമ്പോൾ തുറക്കുമ്പോഴത്തേക്ക് അങ്ങ് ഒരുമിച്ച് വീഴുക. അപ്പം ഞാനും അമ്മയും കൂടെ കണ്ടുപിടിച്ചൊരു സെറ്റപ്പാണ് ഇത്. ഇങ്ങനെ റോൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ റോളിനനുസരിച്ച് നോക്കി എടുക്കുകയും ചെയ്യാം, ഒപ്പം അതിങ്ങോട്ട് മേത്തോട്ട് വീഴില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ റോൾ ചെയ്ത് വെക്കുന്നത് കേട്ടോ. എനിക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട്. ക്ലീനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഈ അലമാര വൃത്തിയാക്കി വെക്കുക, ഫ്രിഡ്ജ് വൃത്തിയാക്കി വെക്കുക, റൂം വൃത്തിയാക്കി വെക്കുക, അങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഓക്കെ ആക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും നെഗറ്റീവാണ് നമ്മുടെ മൈൻഡിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും പണിയിലേക്ക് പോയിട്ട് ഏർപ്പെടും. അപ്പോൾ അതങ്ങ് ഞാൻ വിട്ട് കളയുന്ന പോലെ എനിക്ക് തോന്നും. ഇങ്ങനെയാണ് ഞാൻ എന്നെ ഓക്കെ ആക്കി എടുക്കുക. ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും കേട്ടോ, പക്ഷേ എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ മെയിനായിട്ട് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്ക് എന്നെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഓവർ തിങ്കിങ് ആണ് ഒരു മനുഷ്യനെ അത്രയേറെ നെഗറ്റീവ് ആക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചെറിയൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് കൂട്ടി അവിടെ നമ്മൾ നെഗറ്റീവ് അടിക്കുന്നതല്ലേ ഏറ്റവും വലിയ പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച പോലൊരു കാര്യം നമ്മുടെ കൂടെ നിൽക്കുന്നു പറഞ്ഞ ഒരാളുടെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നമ്മൾ നെഗറ്റീവ് ആവുന്നത്. ആ നെഗറ്റീവിലിരുന്ന് നമ്മൾ ഓവർ തിങ്കിങ്ങിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ചിന്തിച്ച് കൂട്ടി അതങ്ങനെയാണെന്ന് നമ്മൾ സ്വയം നമ്മുടെ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിച്ച് ഒരു നെഗറ്റീവ് തോട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ടാണ് പിന്നെ നമ്മൾ മാറുന്നത്. അതിലാർക്കാ നഷ്ടം? നമുക്ക് തന്നെയല്ലേ നഷ്ടം. ഈ ഓവർ തിങ്കിങ് പറഞ്ഞ സാധനം ലൈഫിലോട്ട് കയറിയ നമ്മൾ അവിടെ ഇരുന്ന് മുരടിക്കുകയുള്ളൂ. വേറെ ഒന്നും നമുക്ക് വരാൻ പോകില്ല, നഷ്ടം മാത്രം. ഇപ്പം എന്നെപ്പോലുള്ളവരാണെങ്കിൽ കരയും വേണം, പക്ഷെ ആരും കാണാനും പാടില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറി കരയും. കരയുന്ന സൗണ്ട് കേൾക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? പൈപ്പ് അങ്ങ് തുറന്നിടും. വാട്ടർ ബില്ല് കൂടുക എന്നല്ലാണ്ട് അതിലൊരു ഗുണം ഉണ്ടാവാൻ പോണില്ല. നഷ്ടം നമുക്ക് തന്നെയാണ്, അത് മനസ്സിലാക്കുക. അങ്ങനെ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല കേട്ടാ. എൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു കണ്ടോ. ബാഗിലാക്കി സെറ്റാക്കി നമ്മുടെ സാരി മടക്കി, നൈറ്റീസൊക്കെ മടക്കി, ഇനി അലമാരയിൽ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. ഇത് കഴിയുമ്പോഴത്തേക്കും ഞാനൊന്ന് നോക്കിയോ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അടുത്ത കാര്യത്തിലേക്ക് ഇറക്കും. നമുക്ക് ലൈഫിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതുകൂടാതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് യൂട്യൂബ് എടുക്കുക, വീഡിയോ ചെയ്യുക, എഡിറ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്കും അതേപോലെ കുറേ ഇഷ്ടങ്ങളുണ്ടാവും. നിങ്ങൾ എന്തിനാ അത് മാറ്റി വെക്കണേ? എന്നും രാവിലെ എണീച്ച് സ്ഥിരം ചെയ്യുന്ന റുട്ടീൻ അല്ലാണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളും കൂടെ നിങ്ങൾ ദിവസം ഒരു മണിക്കൂറെങ്കിലും അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അപ്പം തന്നെ നിങ്ങളുടെ ലൈഫിലൊരു ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.